സ്വർഗസ്വനായ പിതാവേ, ഇന്ന് എടുക്കുന്ന വിഷയത്തെക്കുറിച്ച് അവിടുന്ന് ഒരു വേർതിരിക്കലിൻ്റെ വിഷയമാണ് എടുക്കുന്നത്. അതിൻ്റെ കാരണം ദൈവജനങ്ങൾ എന്ന് പറയുന്ന ജനങ്ങളും മനുഷ്യ ദൈവങ്ങൾ എന്ന് പറയുന്ന ആളുകളുമായിട്ടുള്ള വ്യത്യാസത്തെ സംബന്ധിച്ചും പാവബോധത്തെക്കുറിച്ചും ഇന്ന് എടുക്കുന്ന ഈ ക്ലാസ്സിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ദൈവമേ, അബദ്ധത്താൽ വല്ല തെറ്റും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഹൃദയത്തിൽ ശരിയായ നിലയിൽ തോന്നുവാൻ തക്കവണ്ണം അവിടുന്ന് അനുഗ്രഹിക്കണമേ. വീണ്ടും ആ തെറ്റ് ബോധ്യപ്പെടുത്തി അവർ തിരുത്തുന്നതിനും സഹായിക്കണമേ എന്ന് അങ്ങോട്ട് യാചിക്കുന്നു. ഒന്ന്, പാപം പിശാചിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഉണ്ടായി. അങ്ങനെ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ ഏക മനുഷ്യനാൽ പാപപരിഹാരം ഉണ്ടായി, നീക്കിക്കളഞ്ഞു. അത് യേശുക്രിസ്തുവാണ്. അപ്പൊ ഒരു മനുഷ്യനിൽ നിന്ന് പാപം ഉണ്ടായി, വേറൊരു മനുഷ്യനിൽ നിന്ന് പരിഹാരം ഉണ്ടായി. അപ്പൊ അങ്ങനെ ദൈവജനങ്ങളെ ഒരു അശുദ്ധി ഇല്ലാതെ അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ട ജനം, വേദനിക്കപ്പെട്ട ജനം, അങ്ങനെ ഇഷ്ടം ചെയ്യുന്ന ജനം, അവർക്ക് അശുദ്ധി വരാത്ത വിധത്തിൽ ഈ സംശയക്കാർക്കും സ്വയനീതിക്കാർക്കും ദുഷ്ടന്മാർക്കും മനസ്സിരിയാൻ തക്കവണ്ണം ഈ അവസരത്തെ അവിടുന്ന് ഉപയോഗിക്കണമേ. ഇനി പാപത്തെ സംബന്ധിച്ച് ഒരു എക്സാമ്പിൾ പറയാൻ പോവാണ്. പഴയ കാലത്ത് പുതിയ വർഷങ്ങളായി എന്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെയാണ് എഞ്ചിനും മോട്ടറൊക്കെ വന്നത്. അതിനു മുമ്പ് ചക്രം വെച്ച് ചവിട്ടുമായിരുന്നു. പാടങ്ങൾ 100-500 ഏക്കർ പാടങ്ങൾ വലിയ കൂടി ചക്രം വെച്ച് ചവിട്ടി. അന്ന് ഈ ക്ലോക്കോ ടൈംപീസ് ഒന്നും ഇല്ലാത്ത കാലമായിരുന്നു. ഒന്ന് ചിരട്ടയുടെ അടിയിൽ തുളച്ച് 1 മണിക്കൂർ കൊണ്ട് ആ ചിരട്ട നിറയും. അങ്ങനെ 1 മണിക്കൂർ ജനങ്ങള് 5-8 പേര് ഇത് ചവിട്ടി അവര് വിഷമിക്കുമ്പോഴത്തേക്ക് അടുത്ത കൂട്ടർ കയറും. അങ്ങനെ ചവിട്ടുന്ന ഒരു സമ്പ്രദായം. അപ്പോ പഴയ കാലത്തൊക്കെ മനുഷ്യരെ അടിമകളെന്ന് പറഞ്ഞ ആളുകളെ വിലയ്ക്ക് വാങ്ങിക്കുമായിരുന്നു. കാലത്തെ പോയി വാങ്ങിക്കുന്ന പോലെ വാങ്ങിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങളുടെ ചെറിയൊക്കെ ആളുകളൊക്കെ കിടന്നിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അവരുടെ വംശാവലി ഞാൻ കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഒരു പെരേൻ പാടമെല്ലാം ഇങ്ങനെ മടയെല്ലാം അടച്ച് ഇങ്ങനെ വന്നു. അന്ന് പോയിട്ട് ചക്രം ചവിട്ടേണ്ടതാണ്. അല്ലാണ്ട് പോകുന്ന വഴിക്ക് പെരേൻ പറഞ്ഞു, കോയിലെ തമ്പുരാൻ നമുക്ക് വിളിക്കും, കോയിലേ ഞാനൊരു കുത്തി ആലോചിച്ചു. എന്താടാ? മട, ഒരു മടയാ തകർന്നിട്ടിട്ടുണ്ട്. അതെന്താടാ? ഈ നെല്ലുണ്ടായിരുന്നാൽ ആ കറ്റയും വെള്ളമൊക്കെ ഇറക്കിക്കൊണ്ട് പോകണ്ടേ, അതിനു വേണ്ടിയിട്ട് ഞാനൊരു മഴ തകർന്നിട്ടുണ്ട്. പിന്നെ അന്ന് ചക്കച്ചോട്ട് നടന്നില്ല എന്നതുപോലെ പിശാച് എപ്പോഴും ഈ മഴ തകർന്നിട്ടുണ്ട് ചക്രം ചവിട്ടിയാൽ വെള്ളം കയറും, ചവിട്ടി വിടും. എന്തും പാപം ചെയ്യുകയും അതിനെ പോക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ എന്ന് ചില മറകളിലൊക്കെ ഉണ്ട്. അത് മനസ്സിലാപ്പെട്ടാൽ മതി. ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ ഈ പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു മാർഗത്തെ സംബന്ധിച്ചാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ വിഷയം. ആ മഴയൊക്കെ അടച്ചേക്കുക, പാപം ചെയ്യാനുള്ള മഴയൊക്കെ അടച്ചേക്കുക. അടച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കയറിയല്ലോ. അങ്ങനെയുള്ള അവസ്ഥ അങ്ങയുടെ ജനങ്ങളെ അങ്ങ് തിരഞ്ഞെടുക്കുന്ന ജനം, പുരോഹിതവർഗം, വേദനിക്കപ്പെട്ട ജനങ്ങളെ എല്ലാം യാതൊരു ലക്ഷ്യതയില്ലാതെ അങ്ങയുടെ രാജ്യത്തിൽ വന്നെത്തുവാത്തക്കോളം അവരെ സഹായിക്കണം. അതിന് ഈ മട അടയ്ക്കുക എന്നുള്ളതാണ് ഈ പാപം ചെയ്യാതിരിക്കാനായിട്ട്. എന്നാൽ യേശയ്യായുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുമപ്പായിരുന്നാലും ധൂപം പോലെ വെളുക്കും. പക്ഷെ എപ്പോഴും പാപം ചെയ്യാനും ധൂപം പോലെ വെളുപ്പിക്കാനും പോയതാൽ അത് ശരിയാവുമോ? അങ്ങനെ പ്രവചനം ഇല്ല. അപ്പൊ അത് മറിയം മഗ്ദലേനയിൽ അനുഭവപ്പെട്ടു. കാരണം അവിടെ അന്നത്തെ നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള ആ വ്യവസ്ഥയിൽ എല്ലാവരും കൂടി പിടിച്ചുകൊണ്ട് പോയി. യേശുവിന്റെ അടുത്ത് ചെന്നപ്പോ യേശു അവരോട് പറഞ്ഞു, പാപം ചെയ്യാത്തവൻ കല്ലെറിയാൻ പറഞ്ഞു. അവരെല്ലാം ഓരോരുത്തരായിട്ട് പോയി. ഇവിടെ മാത്രം ശേഷിച്ചു. അവൾ മനസ്സമിച്ചു. അപ്പൊ യേശു ചോദിച്ചു അവളോട്, സ്ത്രീയെ, അവരൊക്കെ എവിടെ? ഇവിടെ ശരിയായ വിധത്തിൽ മനസ്സാവും വന്നു. അവരെവിടെ? അവരെല്ലാം കണ്ടില്ല. സ്ത്രീയെ അവൾ മനസ്സമിച്ചത് യേശു കണ്ടുകൊണ്ട് സ്ത്രീയെ മേലിൽ
പാപം ചെയ്യരുത്. അതാണ് ഈ പാപം ചെയ്തു, അത് ബലഹീനത പാപം ചെയ്തു, യഥാർത്ഥ അങ്ങയുടെ ഉദ്ദേശത്തെ പാപം ചെയ്യുന്നവർ മരണത്തിൽ അവസാനിക്കും എന്നുള്ള അങ്ങയുടെ നിയമമുണ്ട്. അങ്ങനെയാണ് അവസാനിച്ചിരിക്കുന്നത്. ആകാം പാപം ചെയ്തു പോകാത്തതാണ് മനുഷ്യരെല്ലാം മരണത്തിൽ അവർ അർഹരായിത്തീർന്നു. എന്നാൽ ഈ ലൈസൻസ് പാപം ചെയ്യുക, പിന്നെയും ക്ഷമിക്കുക, പിന്നെയും പാപം ചെയ്യുക, അങ്ങനൊരു നിയമം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ നിയമം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ട ജനം, പുരോഹിത വർഗം എന്ന് പറയുന്ന അങ്ങയുടെ രാജ്യത്തിന് അവകാശമാകുന്ന ജനം പാപം ചെയ്യാതിരിക്കാനായിട്ട് അങ്ങോട്ട് അടുത്തു വരാനും, അത് പാപം യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ പറയുന്ന പോലെ അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കണം. അവൻ എങ്ങനെയാണ് പാവങ്ങളെ, മനുഷ്യരുടെ സംശയങ്ങള് അവയോട് സംശയം ജനിപ്പിച്ചു. അങ്ങനെ സംശയം ജനിപ്പിക്കുന്നു. അങ്ങനെ ഒരു പാവം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കെണിയിലായി. അങ്ങനെ പാവം ചെയ്യാതിരിക്കാൻ തക്കോളം ജനകൂടികളെ ഈ അന്ത്യകാലത്ത് ബോധവാന്മാരാക്കുകയും അവരെ നിന്ന് ഒഴിഞ്ഞിരിക്കുകയും ചെയ്യാൻ തക്കോളം അവിടുന്ന് സഹായിക്കണമേ. അവിടുന്ന് നിരൂപിച്ചാൽ അവിടുന്ന് എല്ലാവർക്കും മാനസാന്തരപ്പെടാനും തക്ക സമയം അവിടുന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിക്കാതെ പിശാച് അന്ധഭാഗത്തെ ജോലി, അതുപോലെ തന്നെ അങ്ങയുടെ വചനം ജീവനുള്ള വചനമാണ്. ആ വചനം മനസ്സിലാക്കാൻ വായിച്ചാൽ മനസ്സിലാക്കാത്ത വിധത്തിൽ ഈ ലോകത്തിന് ദൈവം അവരുടെ ബുദ്ധിയെ അന്ധമാക്കുന്നു. അത് അങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്നെല്ലാം അവരെ ആത്മീയ പ്രഭുത്വവും ധൈര്യവും ഒപ്പമുള്ളവരായി അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ തക്കോണം ഈ വെബ്സൈറ്റ് അവർക്ക് സഹായിക്കണമേ. തുടർന്ന് ഇനിയും എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിനെ സംബന്ധിച്ച് ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. എങ്കിലും അല്പസ്വല്പ പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട്. അത് എല്ലാവരും ക്ഷമിക്കും എന്നുള്ള വിശ്വാസത്തിലും, തുടർന്ന് ഈ വെബ്സൈറ്റ് വഴി വളരെയധികം ആളുകൾക്ക് പ്രയോജനം, അത് ശരിയാണ്. പലരും തെറ്റായ ഗതി പറയുമ്പോൾ ചിലർ പറയും ഈ അപ്പച്ചൻ പറഞ്ഞില്ല തെറ്റ്, നമുക്കങ്ങനെ പോവാം. അതായത് മുമ്പ് സക്രയുടെ വസതി പറഞ്ഞതുപോലെ അങ്ങയെ പ്രസാദിപ്പിക്കാനും അങ്ങയെ അന്വേഷിക്കാനും നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ജാതികള് ഒരു യഹൂദന്റെ വസ്ത്രത്തിൽ 10 പേര് വീതം പിടിച്ച്, കാരണം അവര് അങ്ങോട്ട് ജനമല്ലായിരുന്നു, അവരെ വിഗ്രഹാരാധകരായിരുന്നു, പിടിച്ചുകൊണ്ട് വരുന്ന അതുപോലെ തന്നെ പലർക്കും അവരുടെ സംശയങ്ങൾ തീർത്ത് ഈ വെബ്സൈറ്റിൽ കാണുന്നത് ശരിയാണല്ലോ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ രാജ്യം ലക്ഷ്യമാക്കി വരുവാൻ തക്കോളം ഈ വെബ്സൈറ്റിനെ സഹായിക്കണമേ. ഇത് പ്രവചന നിവൃത്തിയാണ്. ഹബക്കൂക്കിൽ 2:13 ഏശയ്യായുടെ സുവിശേഷം 11:8 പറയുന്നതാണ്. എനിക്കറിയില്ല, അങ്ങനെ ഒരുപാട് പ്രവചനമുണ്ട് മനുഷ്യർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. മത്തായിയുടെ സുവിശേഷം 24:14 പറയുന്നു, ഒരു അവസാനത്തിന് മുമ്പായിട്ട് രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യത്തിനായ ലോകത്തിലൊക്കെ പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 13:19 പറയുന്നുണ്ട്, ഗുരു അവിടെ അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും, ദൂതന്മാർ പുറപ്പെട്ട നീതിവാന്മാരുടെ ദുഷ്ടന്മാരെ വേദനിക്കും, അവരെ തീച്ചുള്ളിട്ടുകളെയും. അപ്പൊ അങ്ങനെ ഗോതമ്പുകളും കളകളും തിരിക്കുന്ന ഒരു കാലമാണ്. ഇതിനു മുമ്പ് തന്നെ മത്തായിയുടെ സുവിശേഷം 13 പറയുന്നുണ്ട്, ഗുരു അവിടെ നല്ല വിത്തല്ലോ വിതച്ചത്, പിന്നെ എവിടെ തോന്നുന്നു ഈ കള. മനുഷ്യപുത്രന്റെ വക കിട്ടുന്ന സമയത്ത് ശത്രു കൊണ്ട് കളയുടെ വിത്ത് വരച്ചതാണ് എന്ന് പറഞ്ഞാൽ വ്യാജ ഉപദേശം സഭകളിൽ വന്നു. കള പറിച്ചു കളഞ്ഞാക്കട്ടെ എന്ന് ചോദിച്ചു. വേണ്ട, സകൽ മുഴുവനും കൊയ്ത്തുകോളം വളർന്നോട്ടെ. അങ്ങനെ കൊയ്ത്ത് കാലത്ത് കൊയ്ത്ത് വളരെയധികം വേലക്കാർ ചുരുക്കം എന്ന് പറയുന്നു. അങ്ങനെ വേലക്കാരെ അയക്കുകയും എല്ലാ കളകളെ കെട്ടുകെട്ടായി നശിപ്പിക്കുകയും ഗോതമ്പ് അരികളെ ചേരിക്കുകയും ചെയ്യുന്ന ഈ കാലയളവിൽ എല്ലാവർക്കും മാനസാന്തരം കൊടുത്തുകൊണ്ട് അവർ മാനസാന്തരപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് അടുത്തു വരാനും പാപത്തിൽ നിന്നൊഴിഞ്ഞു മാറാനും അങ്ങനെ അങ്ങയുടെ ഉദ്ദേശത്തെ ശരിയായ നിലയിൽ ഇന്ന് പലർക്കും ലോകം മുഴുവനും ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച് അഴിക്കുന്ന പുസ്തകമാണ് ബൈബിള്. പക്ഷേ ബൈബിൾ പഠിച്ച് പല വീടുകളിൽ ഞാൻ ചെല്ലുമ്പോൾ ബൈബിൾ എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ അവർ പറയും, അവരെടുത്തുകൊണ്ട് വരുമ്പോൾ എട്ടവാലിനും കഷായക്കൊപ്പിടി ഒക്കെയാണ് കാണുന്നത്. അവരത് വായിക്കാറില്ല. ഇനി അവർ അങ്ങയുടെ വചനം പഠിച്ച് അങ്ങയുടെ രാജ്യം ലക്ഷ്യമാക്കാത്ത തക്കോളം അവിടുന്ന് ഈ വെബ്സൈറ്റ് സഹായിക്കണമെന്ന് അങ്ങയുടെ ഇഷ്ടപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തു നാമത്തിൽ ഞങ്ങൾ അങ്ങോട്ട് യാചിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന കേൾക്കുക. ആമേൻ.